ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തെ സൃഷ്ടിക്കുകയും അതിന് 8 കവാടങ്ങൾ, വാതിലുകൾ നിശ്ചയിക്കുകയും മുത്തഖീങ്ങൾക്ക് വേണ്ടി അത് തുറന്നു വെക്കുകയും തഖ്വയുള്ള ആളുകളായി തീരാൻ നോമ്പ് നിർബന്ധമാക്കുകയും ആ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ 8 വാതിലുകളും തുറന്നു വെക്കുകയും ചെയ്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനോട് നന്ദി കാണിക്കേണ്ടുന്ന മുറപ്രകാരം നന്ദി കാണിക്കണമെന്നും അവനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നും സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ് ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. മുത്തഖീങ്ങളായ ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല പര്യവസാനമുണ്ട്. ജന്നാതി അദ്നിൻ, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗലോകമുണ്ട് അവർക്ക്. മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ തുറന്നു വെക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വാതിലുകൾ മുത്തഖീങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണത്? എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറി ആ സ്വർഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിനുള്ള 8 വാതിലുകൾ, ആ 8 വാതിലുകളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറാൻ വേണ്ടിയാണ് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയാണോ റബ്ബേ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? അവർ കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ രക്തം ചിന്തുന്നവരാണ് എന്ന് മലക്കുകൾ പറഞ്ഞു. സ്വർഗലോകത്തെ സൃഷ്ടിക്കുകയും സ്വർഗത്തിനു ചുറ്റും ഒരുപാട് ആനന്ദമുള്ള മനുഷ്യനെ മയക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വലയം ചെയ്യുകയും ചെയ്തതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, താങ്കൾ സ്വർഗത്തിലൊന്ന് പ്രവേശിക്കുക, അതിൽ ആരെങ്കിലും പ്രവേശിക്കാൻ സാധ്യതയുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബേ, സ്വർഗത്തിൻ്റെ ചുറ്റിലുമുള്ള സുഖാനുഗ്രഹങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവം വെച്ച് സ്വർഗത്തിൽ ആരും പ്രവേശിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവന് ക്ഷണികമായ കാര്യങ്ങളോട് വലിയ ഇഷ്ടമാണ്, അതിലവൻ മുഴുകുകയും സ്വർഗത്തെ അവൻ മറക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം അറിയുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രേഷ്ഠത കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന്നമാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന മസീറത്തു